then we will be in big problem. But he's a righteous God. He cannot have evil thoughts in his heart. ഹല്ലേലൂയ. എന്നാൽ ദൈവം ഒരിക്കലും അങ്ങനല്ല ചിന്തിക്കുന്നത്. കാരണം അവൻ നീതിയുള്ള ദൈവമായതുകൊണ്ട്, അവൻ തെറ്റായി ചിന്തിക്കാത്തത് കൊണ്ട് അവൻ ഒരിക്കലും നമ്മളെ കുറിച്ച് അങ്ങനെ ചിന്തിക്കുകയില്ല. Consequences has got a spiritual name for it. ഈ പരിണിത ഫലത്തിന് ഒരു ആത്മീക ഭാഷയുണ്ട്. It is called curse. അതിന്റെ പേരാണ് ശാപം. Are you understanding? Curse is nothing but consequences. ശാപം പരിണിത ഫലമല്ലാതെ മറ്റൊന്നുമല്ല ശാപം. So when every time I break the spiritual law, the consequences are released, and that is curse. ഞാൻ എപ്പോഴെല്ലാം ആത്മീക നിയമം തെറ്റിക്കുമോ ലംഘിക്കുമോ അപ്പോഴെല്ലാം അതിന്റെ അനന്തര ഫലമായ ശാപത്തിന് ഞാൻ അടിമപ്പെടും. You know, I have heard many people say that in the Old Testament God was very angry God, in the New Testament God is a gracious God. പലപ്പോഴും ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, പഴയ നിയമത്തിൽ ദൈവം ഭയങ്കര കോപിഷ്ഠനായ ദൈവമാണ്, പക്ഷെങ്കിൽ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ അവൻ സ്നേഹവാനായ ദൈവമാണ്. That is because people don't understand the nature and character of God. He doesn't change. അത് ആളുകൾക്ക് ദൈവത്തിന്റെ സ്വഭാവം എന്താണെന്ന് അറിയാൻ മേലാത്തതുകൊണ്ട് അതൊരിക്കലും മാറുന്ന സ്വഭാവമല്ല. So if in the Old Testament he is an angry God, he will be an angry God in New Testament also. If he is a kind and gracious God in the New Testament, he will be kind and gracious in the Old Testament as well. ആ ദൈവം പഴയ നിയമത്തിൽ കോപിഷ്ഠനായിട്ടുള്ള ഒരു ദൈവമായിട്ടാണ് വെളിപ്പെട്ടിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതേ ദൈവം മാറ്റമില്ലാത്തവനായതുകൊണ്ട് പുതിയ നിയമത്തിലും അവൻ കോപിക്കുന്നതായ ഒരു ദൈവം തന്നെയാണ്. പുതിയ നിയമത്തിൽ കാണുന്നതായ ദൈവം സ്നേഹവാനും കരുണയുള്ളവനും അനുകമ്പയുള്ളവനുമായിട്ടാണ് നമ്മൾ കാണുന്നതെങ്കിൽ അതേ ദൈവം പഴയ നിയമകാലത്തും അങ്ങനെ തന്നെ ഉള്ളവനാണ്, മാറ്റമില്ല. Are you understanding? So if you look at God very carefully in the Old Testament, you'll find that he was very gracious as well. എന്നാൽ പഴയ നിയമത്തിൽ നമ്മൾ ദൈവത്തെ അടുത്ത് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾക്കൊരു കാര്യം മനസ്സിലാകും, നമ്മുടെ ദൈവം പഴയ നിയമത്തിൽ വളരെ കൃപാലുവായ ദയാലുവായ ഒരു ദൈവം തന്നെയാണ്. Imagine this Pastor James is Adam. പാസ്റ്റർ ജെയിംസ് ഇപ്പോൾ ആദമാണെന്ന് വിചാരിക്കുക. I am telling him this is poison, don't drink it. ആദമിനോട് ദൈവം പറയുകയാണ്, ഇത് വിഷമാണ്, നീ എടുത്ത് കുടിക്കരുത്. If you drink poison you will die. നീ കുടിച്ചാൽ നീ മരിക്കും. Am I right? That's what he said. Like if you eat the fruit you will die. അത് തന്നെയല്ലേ കർത്താവ് അവരോട് പറഞ്ഞത്, നിങ്ങൾ ആ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും. Simple. I'm just making it understandable by saying that this is poison. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അത് തന്നെയാണ് ദൈവം പഴയ നിയമത്തിൽ പറഞ്ഞത്. അതിന് ഇപ്പം നിങ്ങൾക്ക് ഏറ്റവും മനസ്സിലാകുന്ന രീതിയിൽ ഇത് വിഷം കുടിച്ചാൽ മരിക്കുമെന്ന് പറഞ്ഞതേ ഉള്ളൂ. If God was an unkind God, why would he tell him that don't drink this? ദൈവം കരുണയില്ലാത്ത അല്ലെങ്കിൽ ദയയില്ലാത്തൊരു ദൈവമായിരുന്നു എങ്കിൽ എന്തുകൊണ്ട് ആദമിനോട് നീ ഇത് ചെയ്യരുത്, കുടിക്കരുത് എന്ന് പറഞ്ഞു? Mone, don't drink this, it will cause harm to you. That's because he is very gracious. He is letting him know, don't eat it. നീ അത് തിന്നാൽ നീ മരിക്കും എന്ന് ദൈവം ആദമിനോട് മനുഷ്യനോട് പറഞ്ഞതിന്റെ കാര്യം എന്താ? മോനെ നീ തിന്നരുതെന്ന് പറഞ്ഞപ്പോൾ തന്നെ ദൈവത്തിന് അവനോടുള്ള ആ അനുകമ്പ ദയ എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാകാവുന്നതല്ലേ. Like I was ironing clothes one day. ഒരിക്കൽ ഞാൻ ഇങ്ങനെ തുണി തേച്ചോണ്ടിരിക്കുക, and my daughter comes running. എന്റെ മോൾ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട്. She comes running to me. എന്റെ അടുത്തോട്ട് ഓടി വരികയാ. I said, beta, don't touch this, you will burn yourself. അപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ തേപ്പൂട്ടി ഈ ചൂടാണ്, നീ തൊടരുത്, പൊള്ളും. Did I tell her don't touch this because I am an angry father or a kind father? ഞാൻ എന്റെ മോളോട് ഇത് ചൂടുള്ള ഒരു തേപ്പുവെട്ടിയാണ്, തൊടരുത്, തൊട്ടാൽ പൊള്ളുമെന്ന് പറഞ്ഞത് ഒരു കോപിഷ്ഠനായ പിതാവ് ആയതുകൊണ്ടാണോ അതോ എന്റെ മകളോട് എനിക്ക് കരുണയുള്ള ദയയുള്ളൊരു അപ്പനായതുകൊണ്ടാണോ? Adam, don't eat this, you will die. ആദമേ നീ ഇത് തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. But Adam is disobedient. He comes and eats it. എന്നാൽ ആദം അവൻ അനുസരണം കെട്ടവനായിരുന്നു. അവൻ ചെന്നു എടുത്തു തിന്നു. What will happen to him? അവൻ എന്തു സംഭവിക്കും? He will die. അവൻ മരിക്കും. Because he has had poison. കാരണം അവന്റെ അതിനുള്ളിൽ വിഷമാണ്. But before he dies, എന്നാൽ താൻ മരിക്കുന്നതിന് മുമ്പ് God comes running.
ദൈവം ഓടി അവന്റെ അടുക്കൽ വന്നു. See, the Bible doesn't mention this portion. I'm just giving you my imagination. വേദപുസ്തകത്തിൽ നമ്മളത് കാണുന്നില്ല, വായിക്കുന്നില്ല, എങ്കിലും അങ്ങനെ സംഭവിച്ചിരിക്കാം എന്ന് ഞാൻ എൻ്റെ ചിന്തയിൽ നിന്നും പറയുകയാണ്. Because up till that point of time, nothing had died. കാരണം അതുവരെ ഒന്നും തന്നെ മരിച്ചിരുന്നില്ല. So there is no way that Adam can put on leather clothes. അത് ഒരു രീതിയിലും ഒരു തുകൽ വസ്ത്രം ധരിക്കുവാൻ അവന് സാധ്യമായിരുന്നില്ല. Because if you want leather clothes, you have to kill something. നിങ്ങൾ വിചാരിച്ചേ, ആരെങ്കിലും ഒരു ലെതർ, അതെ, ഒരു തോലുകൊണ്ടുള്ള ഒരു ഉടുപ്പുണ്ടാക്കണമെങ്കിൽ, ധരിക്കണമെങ്കിൽ അതിനു മുമ്പ് എന്ത് സംഭവിക്കണം? ഏതോ ഒരു മൃഗം, അതിന്റെ തോലിന്റെ ഉടമസ്ഥനായ മൃഗം ചാകണം. Am I right? It has to die. ആ മൃഗം ചത്തേ മതിയാകൂ. So before Adam dies, Jesus comes running and says, you know, I am going to sacrifice an animal on your behalf and I will put your death on that animal. ആമേൻ. ഈ ആദം മരിക്കുന്നതിന് മുമ്പ് ആ ഓടി വന്ന് യേശു ആദമിനോട് പറയുകയാണ്, നീ മരിക്കേണ്ട കാര്യമില്ല, കാരണം നിനക്ക് വേണ്ടി ഞാൻ ഒരു മൃഗത്തെ കൊന്ന് അതിന്റെ തോല് ഞാൻ നിനക്ക് ഉടുപ്പിക്കുകയാണ്, എന്നിട്ട് നിന്റെ ആ ശാപമുണ്ടല്ലോ, പാപം, അത് ഞാൻ ആ മൃഗത്തിന്റെ മേൽ വെക്കുന്നു. Do you think that is a gracious and a kind God or an angry God? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഈ പ്രവൃത്തി ചെയ്ത ദൈവം കോപാകുലനായ ദൈവമാണോ അതോ ദയയുള്ള കരുണയുള്ള ഒരു ദൈവമാണോ? Are you understanding? And then he said, Adam, you know, now that you have behaved like this, I can't let you come here because it will cause you more damage. എന്നിട്ട് വീണ്ടും ആദമിനോട് പറയുകയാണ്, മോനെ, നീ ഇത്രയൊക്കെ ചെയ്തു കൂട്ടി വെച്ചിട്ട് ഞാൻ നിന്നെ ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് മാറ്റി നിർത്തിയില്ലെങ്കിൽ ഇനി നീ ഇങ്ങോട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നീ ഇതിനേക്കാളും കൂടുതൽ പ്രയാസത്തിൽ നീ അകപ്പെടേണ്ടതായിട്ട് വരും. So he put him outside. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? അവനെ തോട്ടത്തിന്റെ വെളിയിലാക്കി. Now Adam had 2 boys. ആദമിന് ഇപ്പോൾ 2 ആൺമക്കൾ. If I was the grandfather or I am God, അല്ല, ഞാനാണ് ദൈവം, അല്ലെങ്കിൽ ആദാമിന്റെ അപ്പൻ, അല്ലെ അവരുടെ വല്യപ്പൻ. so Cain and Abel come to me കയീനും ഹാബേലും വരുന്നു. and they are bringing me an offering. എന്റെ മുമ്പിൽ കൊണ്ടുവന്ന് അവർ 2 യാഗങ്ങൾ കൊണ്ടുവരുന്നു. My response, if I was God, my response would be, I don't even want to see it because I know what you will do because you are like your father. ഞാനാണ് ദൈവമെങ്കിൽ, ദൈവത്തിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഈ കൊച്ചുമക്കൾ കൊണ്ടുവരുന്നതായ യാഗവസ്തു കൊണ്ടുവരുന്നത് കാണുമ്പോൾ ഞാൻ പറയും, ഏതൊക്കെയാലും ഈ അപ്പന്റെ മക്കളല്ലേ, നിങ്ങൾ എന്തോ ചെയ്യാൻ പോകുന്നെന്ന് എനിക്കറിയാമെന്നേ ഞാൻ പറയത്തുള്ളൂ. Are you understanding? God is constantly giving them opportunities. നമ്മളൊന്ന് മനസ്സിലാക്കിക്കേ, ദൈവം കോപാകുലനായ ദൈവമാണോ? നിരന്തരമായി തുടർമാനമായി അവർക്ക് വീണ്ടും വീണ്ടും അവസരം കൊടുത്തോണ്ടിരിക്കുകയാണ്. Are you understanding? So like for example, you know, in the Old Testament they say there were many rules. നമുക്കറിയാം, പഴയ നിയമത്തിൽ ഒരുപാട് നിയമങ്ങൾ ഉണ്ടായിരുന്നു. Actually in the New Testament there are more rules than the Old Testament. സത്യത്തിൽ പഴയ നിയമത്തെക്കാൾ കൂടുതൽ നിയമങ്ങളുള്ളത് പുതിയ നിയമത്തിലാണ്. So in the Old Testament, പഴയ നിയമത്തിൽ, if I commit adultery, then only I am adulterous. ഞാൻ വ്യഭിചാരം ചെയ്താൽ മാത്രമേ ഞാൻ ഒരു വ്യഭിചാരിയാകുന്നുള്ളൂ. In the New Testament, I look at somebody with lust, I am already committed adultery. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നിയമം കടുക്കുകയാണ്. കാരണം ഒരു സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവൻ അവളോട് വ്യഭിചാരം ചെയ്തു പോയി എന്നാണ്. Are you understanding? If I kill somebody in the Old Testament, that is murder. ഞാൻ പഴയ നിയമത്തിലായിരുന്നുവെങ്കിൽ ഞാൻ ആരെയെങ്കിലും കൊന്നാൽ മാത്രമേ ഞാൻ കൊലയാളിയാകുന്നുള്ളൂ. In the New Testament, if I get angry with somebody, that is also murder. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നിയമം വീണ്ടും കടുക്കുകയാണ്. ഞാൻ എൻ്റെ സഹോദരനോട് ഞാൻ കോപിച്ചാൽ ഞാൻ കൊലയാളിയാകുന്നു. And we call all this as laws because we don't understand that God is teaching us principles for successful living. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇതെല്ലാം നിയമങ്ങൾ തന്നെയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിത ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് പഠിപ്പിക്കപ്പെടുന്നതായ തത്വങ്ങളാണ് ഇവയെല്ലാം. Because if God says, you know, like in the 10 commandments, ഉദാഹരണത്തിന് നമ്മൾ 10 കൽപ്പന എടുക്കുമ്പോൾ God says don't steal. കർത്താവ് പറയുന്നു, ദൈവം പറയുന്നു, നീ മോഷ്ടിക്കരുത്. But I like Pastor Binoy's car. എന്നാലും മോഷ്ടിക്കലെന്ന് പറഞ്ഞാലും എനിക്ക് പാസ്റ്റർ ബിനോയുടെ കാറ് കാണുമ്പോൾ അത് ഇഷ്ടപ്പെടും. Why God is saying don't take his car? എന്തിനായി കർത്താവ് അത് എടുക്കരുതെന്ന് പറഞ്ഞിരിക്കുന്നത്? Because he does not want me to enjoy a good drive.
ഓ നല്ല ഒരു ഡ്രൈവ് എനിക്ക് ആസ്വദിക്കാൻ ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ലേ പാസ്റ്റർ ബിനോയുടെ കാർ ഞാൻ എടുക്കലെന്ന് പറയുന്നത്? Or is it because he wants to protect me? അതോ എൻ്റെ നാശത്തിന് പകരം എൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണോ നീ മോഷ്ടിക്കരുതെന്ന് പറഞ്ഞത്? Are you understand? He is more concerned about me than actually about the car. യഥാർത്ഥത്തിൽ ആ കാറിനേക്കാൾ ദൈവം എൻ്റെ ഉത്തരവാദിത്തമാണ് അവിടെ ഏറ്റവും കൂടുതൽ Are എടുക്കുന്നത്. you understanding? Every rule there, he says that you shall have no other God but me. ഞാനല്ലാതെ മറ്റു അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുതെന്ന് പറയുന്ന ഒരു നിയമം. How many of you think that when you come to church and you clap your hands, God becomes bigger? ആമേൻ. നിങ്ങളിൽ എത്ര പേർക്ക് തോന്നുന്നുണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വന്ന് സഭയെ വന്ന് കൈയടിക്കുന്നത് കൊണ്ട് ദൈവം വലിയവനാകുന്നെന്ന്? How many of you think if you clap 5 times, God grows 5 inches taller? നമ്മൾ എത്ര പേരാ ചിന്തിക്കുന്നത് 5 പ്രാവശ്യം ഞാൻ ഇങ്ങനെ കൈ കൊട്ടുമ്പോൾ ഓരോ പ്രാവശ്യം സൈക്കിളിന് കാറ്റടിക്കുന്ന പോലെ ദൈവം ഇങ്ങനെ വീർത്തു വീർത്തു വലുതായി വരുന്നു? You come here and you stand like this, God goes smaller, smaller. നിങ്ങൾ ഇവിടെ വന്ന് സഭയെ വന്ന് വെറുതെ കുത്തി ഇങ്ങനെ ഇരിക്കുമ്പോൾ കസേരയിൽ കൈകെട്ടി ഇരിക്കുമ്പോൾ ദൈവം ഇങ്ങനെ ഷൂ ആയിട്ട് വരുന്നു. Is that how it is? അങ്ങനാണോ? Why does God encourages us to say that, you shall have no other God but me? ഞാനല്ലാതെ അന്യ ദൈവം നിങ്ങൾക്കുണ്ടാകരുത് എന്ന് എന്തുകൊണ്ടാണ് ദൈവം ആ നിയമം തന്നത്? Say for example, I met Pastor James for the first time today. ആ ഉദാഹരണത്തിന് ഞാൻ ആദ്യമായിട്ടാണ് പാസ്റ്റർ ജെയിംസിനെ കാണുന്നത്. I do not know him well. എനിക്ക് അദ്ദേഹത്തെ അറിയത്തില്ല. We start talking. ഞങ്ങൾ സംസാരിച്ചു തുടങ്ങി. We become friends. ഞങ്ങൾ സുഹൃത്തുക്കളായി. Then after a while I can put my hand in his pocket and take whatever he's having in his pocket. Am I right? ഞങ്ങൾ തമ്മിൽ സുഹൃത്തുക്കളായതിനു ശേഷം വർത്താനമൊക്കെ പറഞ്ഞ് കൈകെട്ടി ഇങ്ങനെ തോളെ കൈയെല്ലാം വെച്ചത് കൊണ്ട് അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ കിടക്കുന്നത് ഇങ്ങനെ എടുക്കാമെന്ന്. And because he's become my friend, I will have access to everything that belongs to him. ഞാൻ അദ്ദേഹത്തിന്റെ സുഹൃത്തായതുകൊണ്ട് അദ്ദേഹത്തിന്റെ എല്ലാത്തിലേക്കും എനിക്ക് പ്രവേശനമുണ്ടെന്നാണ് അർത്ഥം. Are you understanding? Because he's become a close friend of mine. See, when I visit his home, I may be asked to sit on the chair outside. ഞാൻ അദ്ദേഹത്തിന്റെ സുഹൃത്തായതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ If I'm not his friend, if I come to your house, you may stand at the door and say, "Hello, who are you? What do you want?" ഇപ്പൊ എന്റെ ഫ്രണ്ട് അല്ലെങ്കിലോ ഞാൻ ഇങ്ങനെ വാതുക്കൽ നിന്ന് ആരാ എന്താ എവിടുന്നാ വരുന്നത് എന്ന് ചോദിക്കും. But if he is my friend, then the moment I knock on the door, he will open and say, come sit. എന്നാൽ എന്റെ ഫ്രണ്ട് ആണെങ്കിലോ എന്റെ സുഹൃത്താണെങ്കിലോ ഞാൻ ഓടി കതകെ മുട്ടുമ്പോഴേ ഞാൻ ഓടി വന്ന് കതക് തുറന്നിട്ട് പറയും കേറി വാ ഇരിക്കാൻ പറയും. And when I become closer to him, he will say, "Don't go today, have lunch with us and then only go." ഞങ്ങൾ കൂടുതൽ സൗഹൃദം പുതുക്കുമ്പോൾ ഞങ്ങൾ കൂടുതൽ സുഹൃത്തുക്കളായി കഴിയുമ്പോൾ പറയും ഇന്ന് പോകണ്ട കേട്ടോ, ഇന്ന് വൈകിട്ട് ഇവിടെ അത്താഴം കഴിച്ചിട്ട് ഇവിടെ നമുക്ക് വിശ്രമിച്ചിട്ട് പോകാം. And we are still talking. After I eaten food, he says, "Pastor, it is already very late. Don't go today. I have spare room. Come and sleep here." ഞങ്ങൾ സംസാരിച്ച് ഇങ്ങനെ ഇരുന്നിരുന്ന അവസാനം അത്താഴം കഴിഞ്ഞതിന് ശേഷം പറയും ഇനിയിപ്പോ പോകണ്ട പാസ്റ്ററെ, കാരണം ഇത്രയും സമയം വൈകിയില്ലേ, നമുക്ക് ഇന്ന് ഇവിടെ കിടക്കാം. In the same way, അതുപോലെ തന്നെ when I have God as my only God, ആമേൻ, ദൈവം എനിക്ക് ഏക ദൈവമാകുമ്പോൾ when I come close to him, ഞാൻ അവനോട് അടുത്തു വരുമ്പോൾ everything that I have in him belongs to me now. ഇപ്പോൾ അവൻ എന്തൊക്കെയുണ്ടോ അതിന്റെ എല്ലാത്തിന്റെയും ആ വകയെല്ലാം എന്റേതും കൂടെയാണ്. Are you understanding? He's saying that don't have any other God, not because he wants to control me, but because he wants to release everything that is on his life towards me. അതെ, എനിക്ക് എന്നെ ദൈവത്തിന് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടല്ല, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിങ്ങൾക്കുണ്ടാകല്ലെന്ന് പറഞ്ഞത്, മറിച്ച് അവനുള്ളതെല്ലാം നമുക്ക് നൽകി തരുവാനായിട്ടുള്ള അവന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം കൊണ്ടാണ് ഞാനല്ലാതെ മറ്റാരും നിങ്ങൾക്കുണ്ടാകരുതെന്ന് പറഞ്ഞത്. Because he's got resources, he's got life. കാരണം അവന് എല്ലാ തരത്തിലുള്ള വിഭവങ്ങൾ ഉള്ളതുകൊണ്ട് അവന് ജീവനുണ്ട്. But if I go away from him, എന്നാൽ ജീവന്റെ ദാതാവായിരിക്കുന്ന ആ ദൈവത്തിൽ നിന്നും ഞാൻ അകലും തോറും, are you understanding? The life in me goes down. എന്നിലുള്ളതായ ജീവന്റെ അളവ് കുറഞ്ഞു വരികയാണ്. When I go away from him, I'm getting close to somebody else. എന്നാൽ ഞാൻ ജീവന്റെ ദാതാവായ ദൈവത്തിൽ നിന്നും അകന്നു പോയിട്ട് മറ്റൊരുവനിലേക്ക് ചെന്ന് ഞാൻ അഭയം തേടിയാൽ, no, I'm getting close to him because I move away from God. I'm getting close to somebody else. ഞാൻ ദൈവത്തിൽ നിന്ന് അകലുമ്പോൾ മറ്റാരോടെങ്കിലും ഞാൻ അടുക്കുകയാണ്. When I move away from God, I'm getting close to somebody else. There is
it is only black and white. There is no gray in the spirit realm. ആമേൻ. ആത്മമണ്ഡലത്തിൽ അവിടെ ഒന്നുകിൽ കറുപ്പ് അല്ലെങ്കിൽ വെളുപ്പ്, ഇതിന്റെ ഇടയിലുള്ളതായ ഒരു ചാര നിറം ഒരിക്കലുമില്ല. ഒന്നുകിൽ ദൈവമില്ലെങ്കിൽ നമ്മൾ മറ്റാരോടെങ്കിലും ചേരുന്നു. That is why God says, you shall have no other God but me, not because he wants to control me, because he wants me to be blessed. പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് നമ്മളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടല്ല, ഞാനല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാകരുതെന്ന് കർത്താവ് പറഞ്ഞത്. മറിച്ച് അവന്റെ അനുഗ്രഹം മുഴുവൻ നമ്മുടേതാകുവാൻ ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ടാ ഞാനല്ലാതെ മറ്റൊരു അന്യദൈവം നിനക്കുണ്ടാകരുതെന്ന് ദൈവം തന്റെ വചനത്തിൽ പറഞ്ഞത്. Hallelujah. Hallelujah. Now the challenge is that because I have broken spiritual law, there are consequences. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന വലിയ വെല്ലുവിളി എന്താണെന്നറിയാമോ? ആത്മീയ നിയമം നമ്മൾ എപ്പോൾ ലംഘിക്കുമോ അപ്പോൾ തന്നെ അതിന്റെ തിരിച്ചടി നമുക്കുണ്ടാകുന്നു. And not only that, but all of that stays on me and it goes on to the next generation. അത് മാത്രമാണോ അനന്തരഫലം ഉണ്ടാകുന്നത്? മാത്രമാണോ എന്നിൽ എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ എൻ്റെ അടുത്ത തലമുറയിലേക്ക് അത് കടന്നു പോവുകയും ചെയ്യുന്നു. You have to understand our God is a righteous God. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, നമ്മുടെ ദൈവം നീതിമാനായ ദൈവമാണ്. So what does righteousness mean? എന്താ നീതി എന്ന് പറഞ്ഞാൽ? Righteousness means he thinks right, he feels right and he does right. ശരിയായി ചിന്തിക്കുന്നത്, ശരിയായി തോന്നുന്നത്, ശരിയായി ചെയ്യുന്നത് ആണ് നീതി. So that is how God is. അങ്ങനെ ദൈവം. So if God does not think James did this, so I have to keep it in my mind and I will punish him and I will punish his children as well. ദൈവം ചിന്തിക്കുന്നത് ഇങ്ങനെയാണെന്ന് വിചാരിക്കുക, ജെയിംസ് തെറ്റ് ചെയ്തു, അതുകൊണ്ട് ഞാൻ അവനെ ശിക്ഷിക്കും, അവന്റെ സന്തതികളെ ശിക്ഷിക്കും, ഞാൻ അതിന് തക്കതായ മറുപടി കൊടുക്കും എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ then we will be in big problem. But he's a righteous God. He cannot have evil thoughts in his heart. ഹല്ലേലൂയ. എന്നാൽ ദൈവം ഒരിക്കലും അങ്ങനല്ല ചിന്തിക്കുന്നത്. കാരണം അവൻ നീതിയുള്ള ദൈവമായതുകൊണ്ട്, അവൻ തെറ്റായി ചിന്തിക്കാത്തത് കൊണ്ട് അവൻ ഒരിക്കലും നമ്മളെ കുറിച്ച് അങ്ങനെ ചിന്തിക്കുകയില്ല. Are you understanding? Because of his righteousness, he has to punish anything that is wrong. But because of his righteousness, he also has to release mercy towards us. പ്രിയരെ, അവൻ നീതിമാനായ ദൈവമായതുകൊണ്ട് അവൻ നമ്മൾ ചെയ്ത പാപത്തിന് തക്ക ശിക്ഷ അവൻ ചെയ്തേ പറ്റൂ. കാരണം അവൻ നീതിമാനാ. പക്ഷേ അപ്പോൾ തന്നെ അവൻ നീതിമാനായതുകൊണ്ട് അവന്റെ ദയ നമ്മുടെ മേലേക്ക് പകരുകയും ചെയ്യണമെന്നുള്ളതും ദൈവത്തിന്റെ നീതിയുടെ ഭാഗമാണ്. Are you understanding? So effectively, he doesn't think evil about you. He doesn't keep the kind of records that we think. ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും നമ്മെക്കുറിച്ച് ദൈവം തിന്മ ചിന്തിക്കുന്നില്ല. മാത്രമല്ല നമ്മുടെ ദോഷങ്ങളെ അവൻ എഴുതി വെക്കുന്നതുമില്ല, സൂക്ഷിക്കുന്നില്ല. So he doesn't keep a record like that. But who does? നമ്മുടെ ജീവിതത്തിന്റെ പാകപ്പിഴകളുടെ ആ കണക്ക് ദൈവം സൂക്ഷിച്ചു വെക്കുന്നില്ല. പക്ഷേ ഒരാൾ സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. ആരാ? His name is Satan. He keeps a record. ദൈവം സൂക്ഷിക്കുന്നില്ലെങ്കിലും നമ്മൾ ചെയ്തത് മുഴുവനും സൂക്ഷിച്ച് എഴുതി വെക്കുന്ന ഒരുത്തനുണ്ട്. അവന്റെ പേര് സാത്താൻ എന്ന. അവൻ നമ്മെ കുറിച്ചുള്ള മുഴുവൻ രേഖകളും അവിടെ സൂക്ഷിക്കുന്നു. He understands all spiritual principles. അവനും സാത്താനും എല്ലാ ആത്മീക നിയമങ്ങളും അറിയാം. He also knows what are the consequences when somebody breaks a spiritual law. ആത്മീക നിയമം ഒരാൾ ലംഘിച്ചാൽ, മുറിച്ചാൽ അതിനെന്ത് ശിക്ഷ ഉണ്ടാകും, അല്ലെങ്കിൽ പരിണിത ഫലം ഉണ്ടാകുമെന്ന് നമ്മേക്കാൾ കൂടുതൽ പിശാചിനറിയാം. So Satan will pursue you with these consequences and he will implement it onto you. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ നിയമം അറിയാവുന്ന സാത്താൻ നമ്മെ സദാ പിന്തുടരുകയും അതിന്റെ അനന്തരഫലം നമ്മുടെ മേൽ അവൻ അടിച്ചേൽപ്പിക്കുകയും ചെയ്യും. Not only will he do that, he will take it and put it on the next generation as well. അവൻ നമ്മുടെ മേൽ കൊണ്ടുവന്ന് അടിച്ചേൽപ്പിക്കുന്നത് മാത്രമല്ല ദുഷ്ടനായ സാത്താൻ ചെയ്യുന്നത്, അത് നമ്മിൽ നിന്നും നമ്മൾ പോകുമ്പോൾ അടുത്ത തലമുറയിലേക്ക് അവൻ മറന്നുപോകാതെ കൊടുക്കുകയും ചെയ്യുന്നു. Now, there are two things that Jesus did on the cross. ഇപ്പോൾ ഇനി മനസ്സിലാക്കണം, രണ്ട് കാര്യങ്ങൾ യേശു ക്രൂശിൽ നിവർത്തിച്ചു. Number one, he took our sin on himself. ഒന്ന്, നമ്മുടെ പാപം അവൻ തന്റെ മേൽ ചുമന്നു. That is number one. അതാണ് ഒന്നാമത്തേത്. But the fact that he took the sin on himself does not set you free. യേശു നമ്മുടെ പാപങ്ങൾ തന്റെ മേൽ ചുമന്നതുകൊണ്ട് മാത്രം നമ്മൾ സ്വതന്ത്രരാകുന്നില്ല.
Are you understanding? മനസ്സിലാകുന്നുണ്ടോ? What do you have to do? You also have a role. എന്നാൽ നാം എന്താ ചെയ്യേണ്ടത്? യേശു നമ്മുടെ പാപം ചുമന്നു, പക്ഷേ നാമും ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. I will try and explain that in a simpler example. ലളിതമായിട്ട് ഞാനത് അതിനൊരു ഉദാഹരണം പറയാം. So, surf is available in the supermarket. Am I right? ഈ സർഫ് തുണി കഴുകാൻ ഉപയോഗിക്കുന്ന സർഫ് പൊടിയുണ്ടല്ലോ, അതിപ്പോഴും സൂപ്പർ മാർക്കറ്റിൽ കടയിലൊക്കെ കിട്ടുമല്ലോ. Just because surf is available, does that mean that people in Kerala don't wear dirty clothes? ഈ സർഫ് സൂപ്പർ മാർക്കറ്റിൽ എല്ലായിടത്തും കിട്ടുന്നത് കൊണ്ട് നമ്മൾ ആരും മുഷിഞ്ഞ വസ്ത്രം ധരിക്കണ്ടേ? How many of you think that because surf is available in the supermarket, you are all wearing clean clothes? സർഫ് സൂപ്പർ മാർക്കറ്റിലെ ഷെൽഫിലുണ്ട്, അതുകൊണ്ട് നമ്മൾ ആരും എല്ലായ്പ്പോഴും വൃത്തിയുള്ള വസ്ത്രം ധരിക്കുമെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? No, we have to go buy surf from the supermarket, put it on our washing, put it in our washing, clean the clothes, then only our clothes will become clean. സർഫ് സൂപ്പർ മാർക്കറ്റിലെ ആ ഷെൽഫിൽ ഇരിക്കുന്നുണ്ടെന്നും പറഞ്ഞ് നമ്മുടെ വസ്ത്രം തന്നെ അതങ്ങ് അലക്കുവോ? ഇല്ലല്ലോ. നമ്മൾ അവിടെ ചെല്ലണം, അത് വാങ്ങിക്കണം, അത് നമ്മുടെ മെഷീനകത്ത് ഇട്ട് കൊടുക്കണം, നമ്മുടെ വസ്ത്രം ഇടണം, അത് അലക്കണം. അങ്ങനെ മാത്രമേ നമ്മുടെ വസ്ത്രം ക്ലീൻ ആകുന്നുള്ളൂ. Are you understanding what I am saying? ഞാൻ പറഞ്ഞത് മനസ്സിലായവർ എത്ര പേരുണ്ട്? In the same way, Jesus died on the cross and he has taken our sin. ഇതുപോലെ തന്നെ നമുക്ക് വേണ്ടി യേശു നമ്മുടെ പാപം ചുമന്നു ക്രൂശിൽ കയറി മരിച്ചു. But you and I have to accept that and you have to apply it in our own life. എങ്കിലും ഈ സർഫിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ അതവിടെ ഉണ്ടെങ്കിലും നമ്മളായിട്ട് അതിനെ അംഗീകരിച്ച് നമ്മുടെ ആ യേശുവിന്റെ മരണം നമ്മുടേതാക്കി നമ്മൾ മാറ്റണം. We have to take it and apply it. നമ്മളതെടുത്ത് നമ്മുടേതാക്കണം. Otherwise, sin is not forgiven. അല്ലാത്ത പക്ഷം ആരുടെയും പാപം ക്ഷമിക്കപ്പെടുന്നില്ല. Yes, Jesus died on the cross. തീർച്ചയായിട്ടും യേശു ക്രൂശിൽ മരിച്ചു എന്നുള്ളത് സത്യമാണ്. But we have a role in it. എങ്കിലും നമുക്ക് നമ്മുടേതായ ഒരു ഭാഗധേയമുണ്ട്. In the same way, അതുപോലെ തന്നെ Jesus took our curses on the cross. യേശു നമ്മുടെ ശാപത്തെയും ക്രൂശിൽ ചുമന്നു. But എങ്കിലും we have to take it and apply it. ക്രൂശിൽ യേശു നമ്മുടെ ശാപത്തിന് വേണ്ടി മരിച്ചു എന്നുള്ളത് നമ്മൾ വിശ്വസിച്ച് നമ്മളത് കൈക്കൊണ്ട് നമ്മളത് നമ്മുടെ ജീവിതത്തിലേക്ക് അതിനെ പ്രാവർത്തികമാക്കണം. All right, so that is what we have to do. അതാ നമ്മൾ ചെയ്യേണ്ടത്. Now, I will try and address some questions that we have had with relation to iniquity and curses. നമ്മളിപ്പോൾ അകൃത്യം അല്ലെങ്കിൽ ലംഘനം എന്നിവയെക്കുറിച്ചുള്ളതായ രണ്ട് ചോദ്യങ്ങൾ നമ്മളിവിടെ ഉയർത്തിക്കഴിഞ്ഞു. There are some who have come and spoken to me and said, Pastor, when Jesus died on the cross, did all the iniquity not finish? എന്നോട് ചോദിച്ച ചില ആളുകളുണ്ട്, യേശു ക്രൂശിൽ മരിച്ചതുകൊണ്ട് നമ്മുടെ അകൃത്യമെല്ലാം മോചിക്കപ്പെട്ടോ? The reality is it has not. യാഥാർത്ഥ്യം ഇല്ല എന്നുള്ളതാണ്. Because it's a principle. കാരണം അതൊരു തത്വമാണ്. When I constantly sin, it becomes iniquity. ഞാൻ തുടർമാനമായി നിരന്തരമായി ഒരു സംഗതി തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ അത് അകൃത്യമായി. Unfortunately, നിർഭാഗ്യവശാൽ in the New Testament, പുതുനിയമത്തിൽ instead of the word iniquity, they have started using other words. അകൃത്യം എന്ന പദം ഉപയോഗിക്കുന്നതിന് പകരം പുതിയ നിയമത്തിൽ മറ്റു ചില പദങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. Works of the flesh. അതിനെ ജഡത്തിന്റെ പ്രവൃത്തി എന്നാണ് അകൃത്യത്തിന് വിളിക്കുന്ന പുതിയ നിയമഭാഷ. They call it, another one is they call it sin, sinning. അല്ലെങ്കിൽ പാപം ചെയ്യപ്പെടുക എന്നുള്ള പദമാണ് ഉപയോഗിക്കുന്നത്. So I want to show you some scriptures where actually, though it is translated differently, the original term used there is iniquity. മറ്റു ചില പദങ്ങളാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളതെങ്കിലും അത് അകൃത്യം എന്നതിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങളാണ്. As I said, that some of the terms used are like works of the flesh. അതിൽ ചിലത് ഞാൻ പറഞ്ഞതുപോലാണ് അകൃത്യമെന്ന് ഉപയോഗിക്കാതെ ജഡത്തിന്റെ പ്രവർത്തികൾ എന്ന് ഉപയോഗിച്ചിരിക്കുന്നു. Now,
1 Corinthians chapter 13 verse 6. 1 കൊരിന്ത്യർ 13:6 വാക്യം. അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു. So, this is a letter that is written to a New Testament church. ഇതൊരു പുതിയ നിയമസഭയ്ക്ക് എഴുതിയ ലേഖനമാണല്ലോ. But still, Paul uses the term iniquity there. എങ്കിലും പൗലൂസ് വീണ്ടും അവിടെ ആ ഒരു അകൃത്യം എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. You have to understand that when Paul is writing this letter, പൗലൂസ് ഈ കത്തെഴുതുമ്പോൾ it's like I'm a Malayali, for example. ഉദാഹരണത്തിന് ഞാനൊരു മലയാളിയാണെന്ന് വിചാരിക്കുക. I grew up in a Malayali family. ഞാനൊരു മലയാളി കുടുംബത്തിൽ വളർന്നവനാണ്. Though I lived in Gujarat, all my thinking was always Malayali. ഞാൻ ഗുജറാത്തിലാണ് വളർന്നതെങ്കിലും എൻ്റെ ചിന്താഗതികൾ മുഴുവൻ ഒരു മലയാളിയുടേതാണ്. Are you understanding? In every other form, I am a Malayali, though I grew up in Gujarat. ഞാൻ ഗുജറാത്തിലാണ് വളർന്നതെങ്കിൽ പോലും എൻ്റെ എല്ലാ ചിന്താഗതികളും എല്ലാ തരത്തിലും മലയാളിയുടേതാണ്. I live now in another foreign country. ഇപ്പോൾ ഞാനൊരു മറ്റൊരു രാജ്യത്ത് ജീവിക്കുന്നു. But my thinking is still Indian and it is still Malayali. ഞാൻ മറ്റൊരു വിദേശ രാജ്യത്ത് ജീവിക്കുമ്പോൾ പോലും ഇപ്പോഴും ഇന്ത്യക്കാർ ചിന്തിക്കുന്നത് പോലെ ഒരു മലയാളി ചിന്തിക്കുന്ന ചിന്തയാണ് എനിക്കുള്ളത്. And there is also Gujarati influence in it. അതിനകത്ത് ഈ മലയാളി ചിന്തയ്ക്കകത്തൊരു ഗുജറാത്തി സ്വാധീനമുണ്ടെന്ന് മാത്രം. Are you understanding? In the same way, Paul is a Jew. ഇതുപോലെ തന്നെ പൗലൂസും ഒരു യഹൂദനാണ്. His thinking, his writing, everything is Jewish. ആ യഹൂദന്മാർക്ക് ഒത്തതായ ചിന്താഗതികളും എഴുത്തുകളുമാണ് പൗലൂസിനുമുള്ളത്. Are you understanding? So when he is writing iniquity here, he is not using an actually Greek thinking. He is actually having Hebrewic thinking, but using Greek words to convey a Hebrew concept. അതെ, നമുക്കറിയാം അപ്പോസ്തലനായ പൗലൂസ് ഒരു യഹൂദനാണ്. യഥാർത്ഥത്തിൽ അവൻ എഴുതിയപ്പോൾ അകൃത്യം എന്ന പദം ഒരു എബ്രായ ചിന്താഗതിയിൽ നിന്നുകൊണ്ട് ഒരു യവനായ സഭയ്ക്ക് അല്ലെങ്കിൽ ഗ്രീക്ക് ചിന്താഗതിയിലുള്ളവർക്ക് അവൻ എഴുതുമ്പോൾ പോലും അവന്റെ ഉള്ളിൽ കിടക്കുന്ന ചിന്ത ഒരു എബ്രായ ചിന്തയാണ്. 2 Timothy chapter 2 verse 19. 2 തിമോത്തിയോസ് 2:19 വാക്യത്തിൽ 2 തിമോത്തിയോസ് 2:19. So again Paul is writing this to his spiritual son Timothy. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ തൻ്റെ വിശ്വാസത്തിലുള്ള തൻ്റെ ആത്മീക മകന് എഴുതുന്നതാണ്. എങ്കിലും ദൈവത്തിൻ്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു, കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു എന്നും കർത്താവിൻ്റെ നാമം ഉച്ചരിക്കുന്നവനെല്ലാം അനീതി വിട്ടകന്നുകൊള്ളട്ടെ എന്നുമാകുന്നു അതിൻ്റെ മുദ്ര. Why did God have to tell Timothy, remind the people that all those who are known by the name of God, you have to depart from iniquity? If iniquity was not existent, there was no need for Paul to write like that. അങ്ങനെ അന്നത്തെ കാലത്ത് അകൃത്യം നിലനിൽക്കുന്നില്ലായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് പൗലോസ് അപ്പോസ്തലനിൽ കൂടെ ദൈവം തിമോത്തിയോസിനോട് പറയണം, ദൈവത്തെ അറിയുന്നവരെല്ലാം, ദൈവത്തെ മനസ്സിലാക്കിയിട്ടുള്ളവരെല്ലാം അനീതി വിട്ട് ഓടിക്കൊള്ളട്ടെ എന്ന് പറയേണ്ട ആവശ്യം എന്താണ്? Are you understanding? Let us look at James chapter 3 verse 6. ഇനി യാക്കോബിന്റെ ലേഖനം 3:6 വാക്യം നമുക്ക് നോക്കാം. യാക്കോബ് 6:3. Why I am showing you this is that there will be people who will tell you that no, iniquity is finished, curse is finished, so no need to break the curses of our life. അനീതി മാറി, ശാപം മാറി, ഇനി ഇപ്പോൾ ഒരിക്കലും അതിനെ തകർത്ത് കളയണ്ട എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നമ്മൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വാക്യങ്ങളെല്ലാം നിങ്ങളോട് പറഞ്ഞു തരുന്നത്. James chapter 3 verse 6. ഈ യാക്കോബ് 3:6 നാവും ഒരു തീ തന്നെ. Before he can read it, look at your neighbor. Do they have a tongue in their mouth? ഞാനിത് വായിക്കുന്നതിന് മുമ്പ് നിങ്ങൾ അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് അവർക്ക് നാക്കുണ്ടോ എന്ന് നോക്കണം. നാവും ഒരു തീ തന്നെ. എന്തോ തീയ? അത് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി ലോകമായി എന്തോ അനീതി. അന്നേരം പക്ഷെ മുമ്പേ പറയുന്നത് കേട്ടല്ലോ ഇനിക്വിറ്റി ഇല്ലെന്ന്. ഇവിടെ തന്നെ ഇരിക്കുന്ന ഇനിക്വിറ്റി. അതൊന്ന് വായിച്ച് ഞാൻ ബാക്കി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നാവും ഒരു തീ തന്നെ, അത് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി ലോകമായി ദേഹത്തെ മുഴുവൻ മലിനമാക്കി ജീവചക്രത്തിന് തീ കൊളുത്തുകയും നരകത്താൽ അതിന് തീ പിടിപ്പിക്കുകയും ചെയ്യുന്നു. Now, again, translation here has messed up everything. ഇവിടെ എല്ലാം
പരിഭാഷ ചെയ്തു വെച്ചിരിക്കുന്നത് കുഴപ്പിച്ചിരിക്കുകയാണ്. Because if it was plain language, it would have read like this. ഇതൊരു നമുക്കൊക്കെ മനസ്സിലാകുന്ന ഭാഷയിലുള്ള ഒരു ഭാഷയെ ഉപയോഗിച്ചിരുന്നതെങ്കിൽ അതിങ്ങനെ ആകുമായിരുന്നു വായിക്കുന്നത്. നാവും ഒരു തീ തന്നെ. Keep going. അത് നമ്മുടെ അവയവങ്ങളുടെ കൂട്ടത്തിൽ അനീതി ലോകമായി ദേഹത്തെ മുഴുവൻ മലിനമാക്കി ജീവചക്രത്തിന് തീ കൊളുത്തുകയും നരകത്ത Jiva Chakram, where it is there. So if you have a look here, I'll show you. So the word original for the nature is Genesis. Genesis means all generations. Yes. So when you use your tongue to speak iniquity, you are not only setting fire on yourself, but your children and your children's children and the children, you are setting them all on fire. അവിടെ അതിൻ്റെ മൂലഭാഷയിൽ ഈ ജീവചക്രത്തിൽ എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു എത്തും പിടിയും കിട്ടത്തില്ല. അത് തലമുറകളെന്ന് എഴുതിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമാകുമായിരുന്നു. നീ അനീതി നിന്നെ മലിനമാക്കുന്നു, അത് അതുപോലെ തന്നെ നമ്മുടെ അടുത്ത തലമുറയെയും അത് തീ പിടിപ്പിക്കുന്നതാണ് എന്ന് എഴുതിയിരുന്നെങ്കിൽ എത്ര ലളിതമായിരുന്നു, സുന്ദരമായിരുന്നു. Then it would have been very simple. We would have understood that we actually, by the way we speak, Amen, is actually setting the next generation. It is causing damage to the next generation. ശരി, നമ്മൾ ഇങ്ങനെയാണ് അത് വായിച്ചിരുന്നെങ്കിൽ എത്ര ഉപകാരപ്പെടുമായിരുന്നു. ഈ നാവ് നമ്മുടെ ജീവിതത്തിനും ദോഷം വരുത്തുന്നു, വരുന്ന നമ്മിൽ നിന്നും ജനിക്കുന്ന ആ അടുത്ത തലമുറയ്ക്കും അത് ദോഷമായിട്ട് മാറുമെന്നായിരുന്നു പരിഭാഷപ്പെടുത്തിയ ഈ എഴുത്തെങ്കിൽ അത് എത്ര ഗുണം നമുക്ക് ചെയ്യുമായിരുന്നു. Are you understanding? It would have been very, very simple for us to understand that actually we have to be very careful. Using our tongue, we actually partner with the enemy to release iniquity upon the future generations. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇതുപോലെ വളരെ ലളിതമായിട്ടാണ് അത് എഴുതിയിരുന്നതെങ്കിൽ നമ്മൾ എപ്പോഴും സൂക്ഷിക്കണം. നമ്മൾ എന്താണ് സംസാരിക്കുന്നത് നമ്മുടെ അടുത്ത ഭാവി തലമുറയ്ക്ക് ദോഷമായിട്ട് തീരാത്ത രീതിയിൽ നമ്മൾ നമ്മുടെ നാവിനെ ഉപയോഗിക്കേണ്ടതായി ഉണ്ട് എന്ന് മനസ്സിലാക്കണം. Okay. And now I want to show you something about curse. ഇനി ശാപത്തെ കുറിച്ച് ഞാൻ കാണിച്ചു തരാം. So if curses were broken in the gospel, സുവിശേഷത്തിൽ ശാപം മുറിക്കപ്പെട്ടിരുന്നെങ്കിൽ then obviously there should be no mention of curses in Revelation. വെളിപ്പാട് പുസ്തകത്തിൽ സുവിശേഷത്തിൽ മുറിക്കപ്പെട്ടിരുന്നതെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിൽ പിന്നെയും അവിടെ ശാപം എന്നതിനെ കുറിച്ച് പറയേണ്ട വരത്തില്ലായിരുന്നല്ലോ. How many of you agree? എത്ര പേര് അംഗീകരിക്കും? Like, if it was already broken and it was not going to carry forward, there is no need to mention it in Revelation. നമ്മൾ എത്ര പേർക്ക് അത് അംഗീകരിക്കാൻ പറ്റും? ആദ്യം തന്നെ ശാപം മുറിക്കപ്പെട്ടിരുന്നെങ്കിൽ, സുവിശേഷത്താൽ അത് മുറിക്കപ്പെട്ടിരുന്നുവെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് കൃത്യമായിട്ട് വീണ്ടും അതില്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ പിന്നെയും ശാപം എന്നവിടെ ഉച്ചരിക്കേണ്ടി വരുന്നത്? Not chapter 1, not chapter 2, in chapter 22. 1-2 അധ്യായങ്ങളിൽ മാത്രമല്ല, 22 അധ്യായങ്ങളിൽ. No. 22ാമത്തെ അധ്യായത്തിൽ. It is not mentioned in chapter 1 or 2. Yes. It's in the last chapter, just before the New Jerusalem comes down. ആ പുതിയ യെരുശലേം വരുന്നതിന് മുമ്പ് എന്ന് എഴുതിയിരിക്കുന്ന 22ാമത്തെ അധ്യായത്തിലാണ്. 1-2 അധ്യായത്തിലല്ല എഴുതിയിരിക്കുന്നത്, ഏറ്റവും ഒടുവിലത്തെ അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. Revelation chapter 22 verse 3. വെളിപ്പാട് പുസ്തകം അതിൻ്റെ 22ന്റെ 3ാമത്തെ വാക്യമാണ് വായിക്കുന്നത്. യാതൊരു ശാപവും ഇനി ഉണ്ടാകയില്ല. No more curse. When? In Revelation 22. If you read from verse 1 onwards, it will become clearer. എവിടെ എഴുതിയിരിക്കുന്നത്? വെളിപ്പാട് 22ന്റെ 3ാമത്തെ വാക്യത്തിലാണ്. ഒന്ന് തൊട്ട് വായിക്കുകയാണ്. വീതിയുടെ നടുവിൽ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളുങ്കുപോലെ ശുഭ്രമായ ജീവജല നദിയും അവൻ എന്നെ കാണിച്ചു. നദിക്ക് ഇക്കരയും അക്കരയും ജീവവൃക്ഷമുണ്ട്. അത് 12 വിധം ഫലം കായ്ച്ചു മാസം തോറും അതത് ഫലം കൊടുക്കുന്നു. വൃക്ഷത്തിൻ്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു. യാതൊരു ശാപവും ഇനി ഉണ്ടാകയില്ല. Are you understanding? When Revelation 22, the throne of God is re-established, that is when the curse will stop.
എപ്പോഴാണ് ഇത് എഴുതിയിരിക്കുന്നത്? എവിടെ എഴുതിയിരിക്കുന്നത്? വെളിപ്പാട് 22-ാമത്തെ അധ്യായത്തിൽ. എപ്പോഴാണ്? ദൈവത്തിന്റെ സിംഹാസനം വീണ്ടും പുനഃസ്ഥാപിക്കപ്പെട്ട് കഴിയുമ്പോഴാണ് ഈ ശാപം എന്നേക്കുമായി ഇനി ഉണ്ടാകുകയില്ലെന്ന് പറഞ്ഞിരിക്കുന്നത്. So this pastor has got some land. ഈ പാസ്റ്റർക്ക് കുറച്ച് വസ്തുവുണ്ട്. He is born again. വീണ്ടും ജനിച്ച ആളാണ്. Do you think because he is born again, his land will stop producing thorns and thistles? പാസ്റ്റർ രക്ഷിക്കപ്പെട്ട ആളാണ് എന്ന് വെച്ച് പാസ്റ്ററുടെ വസ്തുവിൽ മുള്ളും പറക്കാരെയും മുളയ്ക്കാതിരിക്കുവോ? Does lot of communist grow in your land? യെസ്. അവിടെ കമ്മ്യൂണിസ്റ്റ് പച്ച എന്ന് പറഞ്ഞൊരു ചുമപ്പല്ല പച്ച സാധനം അവിടെ വളരുവോ? Is lot of weeds growing in your land? ആ വസ്തുവിനകത്ത് കള വളരാതിരിക്കുമോ? രക്ഷിക്കപ്പെട്ട ആളാണ്. He is born again. വീണ്ടും ജനിച്ച ആളാണ്. There's something wrong with you, pastor. No more curse. Why they giving you thorns and thistles? രക്ഷിക്കപ്പെട്ട ആളല്ലേ, അപ്പൊ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകേണ്ട കാര്യമില്ലല്ലോ. പിന്നെന്തിനാണോ ഇയാളുടെ പറമ്പിൽ ഈ മുള്ളും പറക്കാരെയും കമ്മ്യൂണിസ്റ്റ് പച്ചയും ചുമലയല്ലാതെ വളരുകയൊക്കെ ചെയ്യുന്നത്? Are you understanding? It will stop only in Revelation 22 because this was the result of a curse. പ്രിയരെ, ഞാൻ പറഞ്ഞു വരുന്നതിന്റെ കാര്യം മനസ്സിലാകുന്നുണ്ടോ? എന്തുകൊണ്ട് അങ്ങനെയാണെങ്കിൽ രക്ഷിക്കപ്പെട്ടെങ്കിൽ നമുക്ക് ഇത് ഒരിക്കലും നമ്മുടെ വസ്തുവിലോ നമ്മുടെ ജീവിതത്തിലോ ഈ ശാപം ഉണ്ടാകാതെ ഇരിക്കണമല്ലോ. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് വെളിപ്പാട് 22-ാമത്തെ അധ്യായം വരെ അത് പോകേണ്ടതായിട്ട് വരുന്നത്? Do you have children? Yes, sir. Did your wife have labor pain? Yes. Really? Yes. She is born again? She is born again. His wife is born again. She still had labor pain. ഇങ്ങേരുടെ ഭാര്യ വീണ്ടും ജനിച്ച ആളാണ്, പക്ഷേ ഇപ്പോഴും പ്രസവ വേദനയുണ്ട്. Where did that come from? ഈ പ്രസവ വേദന ഇദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് എവിടുന്ന് വന്നതാ? It was the result of another curse. അതൊരു ശാപത്തിന്റെ ഫലമായി ഉണ്ടായതാണ്. Are you understanding? Curse still exists. ഞാൻ പറഞ്ഞു വരുന്നത് ശാപം എന്നത് ഇപ്പോഴും നിലനിൽക്കുന്ന ഒന്നാണ്. We have to intentionally, there are some curses that you and I can break off. ചില ശാപങ്ങൾ നമ്മൾ മനഃപൂർവമായി അതിനെ നമ്മൾ മുറിക്കണം. There are some that will have to wait till Revelation 22. എന്നാൽ ചില ശാപങ്ങളാകട്ടെ അത് വെളിപ്പാട് 22-3 അത് സംഭവിക്കുന്നത് വരെ നമ്മൾ കാത്തിരിക്കേണ്ടതുണ്ട്. So there are the ones that can be broken by believing in the fact that Jesus bore all our curses on the cross. ചില ശാപങ്ങൾ തകർക്കപ്പെടുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? യേശു എന്റെ ശാപത്തിന് വേണ്ടിയിട്ടും കൂടെയാണ് ക്രൂശിൽ മരിച്ചത് എന്ന് നമ്മൾ വിശ്വാസത്താൽ നമ്മളത് കൈക്കൊള്ളുമ്പോൾ ചില ശാപങ്ങൾ നമ്മിൽ നിന്നും അതേ മുറിയപ്പെടുന്നു. The curse on your finances can be broken by believing what God has said. ദൈവം നിന്നോട് പറഞ്ഞിരിക്കുന്നതായ ആ വചനം വിശ്വസിക്കുമ്പോൾ നമ്മുടെ മേലുള്ള സാമ്പത്തികത്തിന്റെ മേലുള്ള ചില ശാപങ്ങൾ തകർക്കപ്പെടും. I have seen in my congregation there were many couples who could not have children, but as we started growing in the Lord, those curses were broken, and not only would they have one child, they would have twins. ആമേൻ. ഞങ്ങളുടെ സഭയിൽ തന്നെ പലപ്പോഴും രക്ഷിക്കപ്പെട്ടതായ വ്യക്തികളാണ്, പക്ഷെങ്കിൽ അവർ വിവാഹം കഴിഞ്ഞതിന് ശേഷവും അവർക്ക് മക്കളില്ലാതെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയം ദൈവത്തിന്റെ അത്ഭുതം, അവരുടെ ശാപം തകർക്കപ്പെട്ടതിന്റെ ഫലമായി ഒരു കുട്ടിയല്ല ജനിക്കുന്നത്, ഇരട്ട കുട്ടികൾ ജനിച്ച അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. You know, 1 year all the people that I prayed for, all of them had twins. ഒരു വർഷം ഞങ്ങളുടെ സഭയിൽ നടന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാവർക്കും വേണ്ടി കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ സാധാരണ എല്ലാവർക്കും ഓരോന്നുണ്ടാകുന്നത്, പക്ഷേ ആ വർഷം എല്ലാവർക്കും 2 വീതം ഉണ്ടായി. Are you understanding? It was like people would say, Pastor, don't pray now, stop it. ഇപ്പൊ ആളുകൾ പറയാൻ തുടങ്ങി, എന്റെ പൊന്നു പാസ്റ്ററെ ഇനി ഈ പ്രാർത്ഥന നിർത്തണം, ഇരട്ടക്കുട്ടികൾ വേണ്ടാന്ന് പറയത്തക്ക രീതിയിൽ ഇരട്ടക്കുട്ടികൾ ഉണ്ടായി. Are you understanding? Those curses can be broken. ചില ശാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിൽ കൂടെ നമുക്ക് അതേ മുറിയപ്പെടും. So today what we want to do is, now how do we use what we have just shared? ഇന്ന് നമ്മൾ ഇവിടെ പറഞ്ഞതായ കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നത്? We have to take this teaching and look at the emotional problem that you are facing. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഏത് തരത്തിലുള്ള വൈകാരിക പ്രശ്നത്തെയാണ് നമ്മൾ നേരിടുന്നതെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്.